ഏട്ട് 4 ദിവസം വീട്ടിലില്ലായിരുന്നു കേട്ടോ. മീറ്റിങ്ങിന് പോയേക്കുമായിരുന്നു. ഉച്ചയ്ക്കാണ് മീറ്റിംഗ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കണവത്തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ പാത്രം എടുത്ത് അടുപ്പി വെച്ചു. അതിനുശേഷം നമ്മൾ കടുക് വറുത്തു. കടുക് വറുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു കൊടുത്തു കേട്ടോ. അടച്ചു കൊടുത്ത് അങ്ങനെ പോരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും അതിൽ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങയും നമ്മൾ മഞ്ഞപ്പൊടിയും മാത്രം കൊണ്ടാണ് ചതയ്ക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കണവ ചേർത്ത് കൊടുക്കുക. കണവയ്ക്കകത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്താണ് കേട്ടോ വേവിച്ചത്. കുക്കറിൽ വെച്ചാണ് വേവിച്ചത്. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം വെന്ത് കഴിയുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ.